ഇത് കണ്ട പാവയ്ക്ക, പാവൽ തോട്ടം. ഓ, എന്നാ പന്തലാന്നറിയോ, സൂപ്പറാണ്. നിറച്ച് എല്ലാം പാകമായുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഉഴവൂർ പഞ്ചായത്തിൽ മോനിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഹരിതത്തിൻ്റെ ഈ ലക്കം നമ്മൾ പരിചയപ്പെടുന്നത് ജോയ് പൈലി എന്ന ഒരു കർഷകനെയാണ്. ഇത് മോനിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്, ഉഴവൂർ പഞ്ചായത്തിലെ മോനിപ്പള്ളി കട്ടക്കൽ പ്രദേശത്ത്. അദ്ദേഹത്തിൻ്റെ വിവിധ കൃഷികളുണ്ട്. പാവൽ കൃഷിയുണ്ട്, അതോടൊപ്പം തന്നെ ഇഞ്ചി കൃഷിയുണ്ട്. ഇപ്പോൾ പാവലാണ്, അത് കഴിഞ്ഞാൽ വള്ളിപ്പയർ, അതിനുശേഷം പടവലം. അങ്ങനെ നല്ലൊരു കർഷകൻ തന്നെയാണ്. നമുക്ക് ആ കർഷകൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ജോയ് ചേട്ടൻ നമ്മളൊപ്പം ചേരുകയാണ്. ശരിക്കും പേര് ജോയ് പൈലി. പൈലി ഔദ്യോഗിക പേര് ജോയ് പൈലി. നമ്മളിപ്പോൾ ഒരു പാവൽ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ജോയ് ചേട്ടൻ്റെ പല കൃഷികളുണ്ട്. ഇത് ഇപ്പം നമ്മുടെ ഈ സ്ഥലത്തിനെ പറയുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഉഴവൂർ പഞ്ചായത്തിൽ മോനിപ്പള്ളിയിൽ ഒരു ലോക്കൽ കട്ടക്കൽ അറിയാൻ എളുപ്പത്തിന് പോലെ കട്ടക്കൽ ഉഴവൂർ കൃഷിഭവനും ഉഴവൂർ പഞ്ചായത്തും. പിന്നെ ഇത് കർഷകൻ ജന്മം കൊണ്ടും പുള്ളി കർഷകനാണ്, പാരമ്പര്യ കർഷകനാണ്. അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. പഞ്ചായത്ത് മെമ്പറല്ലായിരുന്നു? പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇവിടെ ഉഴവൂരിലെ. ഇത് ഏത് വാർഡാ? ഒന്നാം വാർഡ് ആച്ചിക്കൽ എന്നറിയപ്പെടുന്നു. അല്ലേ? അങ്ങനെ മെമ്പറായി. പക്ഷേ നമ്മുടെ ഈ കൃഷി വിശേഷങ്ങൾക്കായിട്ടാണ് നമ്മൾ ഹരിതത്തിൽ ഇന്ന് ജോയ് ചേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാവലിൻ്റെ കാര്യങ്ങൾ തന്നെ ചോദിച്ചറിയാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ, എത്ര നാളാണ് എടുക്കും ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ? പാവല് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓണത്തിൻ്റെ വിപണി കണക്കാക്കിയാണ് ഇത് കൃഷി ചെയ്യണത്. ഏകദേശം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം വരുന്ന സമയം ഇതിട്ട് ഒരു 100 ദിവസങ്ങളിലാണ് മാക്സിമം. അതിന്റെ പുറകോട്ട് 90 ദിവസം കണക്കാക്കിയാണ് ഞങ്ങൾ പാവലിടുന്നത്. ഇതിപ്പോ ജൂൺ മാസം ആദ്യം ഇട്ടാണ്. അല്ല, ജൂൺ ഒരു 10 അത് കഴിഞ്ഞിട്ടിട്ടാൽ അത്രയും നമുക്ക് ആ വില കിട്ടിയല്ല. ജൂൺ 1 മുതൽ കാലാവസ്ഥയുടെ ഇത് ആശ്രയിച്ച് നമുക്കൊരു 10-15 വരെ പോവാം. അത് കഴിഞ്ഞിട്ട് നാടൻ പ്രിയങ്ക ഇനത്തിൽപ്പെടുന്ന ഇത് കയ്യിലുള്ള പരമ്പരാഗതമായിട്ടെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കയ്യിലുള്ള വിത്ത്. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് വിളവ് തുടങ്ങും? ഇത് ഇട്ട് കഴിഞ്ഞിട്ട് മുളപ്പിച്ച് ഒരു 3 ദിവസം കൊണ്ട് മുളയ്ക്കുക. അത് മുളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇട്ടാലൊരു 52ാമത്തെ ഒരു 40 ദിവസം ആകുമ്പോൾ പൂവിടും. ഇത് നമുക്ക് പൂ കാണാറാവും. 52-55 ദിവസത്തിൽ ആദ്യത്തെ കായ എടുക്കാം. ഇതിപ്പോ ഇതിന്റെ തുടക്കം, ഇത് നമ്മൾ ഇത് ആദ്യം എങ്ങനെയാണ്, അത് പിന്നീടാണോ? ഇത് ശരിക്കും പറയാം, ഈ തടങ്ങള് ഞാനിത് വർഷങ്ങളായിട്ട് ഇതിനകത്ത് സ്ഥിരമായിട്ട് 3 ടൈം പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം തടം എന്ന് പറയാം. സ്ഥിരം തടം. ഈ സ്ഥിരം തടത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ജൈവാംശം കളയാതെ നോക്കണം. ഒരിക്കലും ഇതിനകത്ത് ജൈവാംശം നഷ്ടപ്പെട്ടു പോയാൽ ഇതുപോലെ ഈ പച്ചക്കറി വിജയിക്കുകയല്ല. അതിനു വേണ്ടിയിട്ട് എനിക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഞാൻ എന്ത് കണ്ടാലും അതിൻ്റെ പുറകെ പോയി നമുക്ക് ലഭ്യമായിട്ടുള്ള അങ്ങനെ ജൈവിക ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നോക്കും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഇത് നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഈ 3 ടൈം, അതായത് 12/3 ഇപ്പോൾ 4 മാസം 4 മാസത്തെ ഇടവേളയ്ക്കാണ് ഈ 3. ഇപ്പോൾ പാവല് കഴിഞ്ഞിട്ട് വള്ളിപ്പയർ, അത് കഴിഞ്ഞിട്ട് പടവലം. ഇതിങ്ങനെ മാറി അത് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 10 ദിവസത്തെ ഗ്യാപ്പേ വരും. അടുത്ത് ഇടും. 10 അല്ലേ, അത് ഒരു 10-15-20 ദിവസത്തിനിടെ ഇടണം. ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയം കളയാതെ. ഒരുക്കുന്നത് എങ്ങനെയാ? ഒരുക്കുന്നത് ഈ തടം പിന്നെ ഒന്നോടെ തുറക്കും.
അതിനകത്ത് പിന്നെ ജൈവവളങ്ങളൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അത് ഇതാക്കിയിട്ട് അതിനകത്ത് വിത്തിടുക ചെയ്യണം. പിന്നെ ഇത് ഇപ്പോൾ ഈ ചെയ്തേക്കണേ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ അന്നേരം ഈ ചവറിട്ട് ഇതായിട്ട് ഇങ്ങനെ. പിന്നെ അവിടെ ഇത് ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ ചാണകം പുളിപ്പിക്കുക. ചാണകം പുളിപ്പിക്കുക. ചാണകം ഒരു ബാരൽ 200 ലിറ്ററിൻ്റെ ഒരു ബാരലിനകത്ത് ഒരു ബീപ്പ കണക്ക് അല്ലെങ്കിൽ കൊട്ടക്കണക്ക് ഒരു 2 കൊട്ട ഏറ്റവും പച്ചച്ചാണകം, പഴകാത്ത പച്ചച്ചാണകം. എത്ര ദിവസം നമ്മൾ പുളിക്കാൻ അതിനകത്ത് പിന്നെ സാധാരണ അതിനകത്ത് 2 കിലോയൊക്കെ മതിയെന്നാ പറയണേ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. ഞാനൊരു ബാരലിനകത്ത് 5 കിലോ പിണ്ണാക്ക് ഇടും. പിന്നെ അല്പം ശർക്കരയുടെ 2-3 കാര്യങ്ങൾ അതിനകത്ത്. ഈ പുഴു ഉണ്ടാകാതിരിക്കാൻ, പിന്നെ സ്മെല്ല്, ഇതിനൊരു ഭയങ്കര ദുർഗന്ധം ഉണ്ടാകും ഈ പുളിക്കണ സമയത്ത്. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് അല്പം ശർക്കര, പിന്നെ അതിൻ്റെ നൈട്രജൻ്റെ കൂടെ ആണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളത് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. നമ്മുടെ വെള്ളപ്പയർ, വൻപയർ 1 കിലോ പൊടിച്ച് അതിനകത്ത് ഇടുക. അത് എന്നിട്ട് ഒരു അല്പം മണ്ണും കൂടെ, അതൊക്കെ അതിനെന്തൊക്കെയോ ഒരു ഇതുണ്ട്. ഇട്ടിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ മുതൽ ഇതിടാം. അത് അങ്ങേറ്റം പോയാൽ 7-8 ദിവസത്തിൽ കൂടുതൽ വയ്ക്കരുത്. എട്ട് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് പുളിച്ച് പൊങ്ങിയിട്ട് അത് അതിൻ്റെ സ്വാഭാവിക ഗുണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ രാസവളങ്ങളെ കുറിച്ചിട്ട് മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മമൂലകങ്ങൾ, അത് നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കാവുന്ന ടൈപ്പ് ഗ്രാന്യൂൾസ് ആയിട്ടുള്ളതുണ്ട്. ഇലയിൽ സ്പ്രേ ചെയ്യാവുന്നത്. അതായത് നമുക്ക് പരിസ്ഥിതിക്ക് ദോഷമില്ല, മറ്റ് പല രീതിയിലുള്ള ഇതുണ്ട്. അതുപോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജൈവാംശം നിലനിർത്താനൊക്കെ ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഇട ഇട്ടേക്കണത് ഗോൾഡ് കോയിൻ, ഇറക്കുമതി ചെയ്യുന്ന സാധനം. ഇതൊക്കെ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞൊരു ഗ്രാന്യൂൾസ്. അത് കടൽപ്പായൽ അങ്ങനെയുള്ള പല സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണേ. അതൊക്കെ ഇട്ട് ജൈവാംശം എപ്പോഴും. പിന്നെ ഇതിനകത്ത് ജൈവാംശം നിലനിർത്താൻ ഈ മറ്റേ കുമ്മായത്തിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചക്കക്ക പൊടിക്കണേ ഒരു വേറെ പിണ്ണാക്കുകളൊക്കെ കൂടി പൊടിക്കണ ഒരു മിശ്രിതം, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് ഇതെപ്പോഴും ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഈ ജൈവാംശം ഒരിക്കലും പോകല്ല. അത് അങ്ങനെ ചെയ്തിട്ട് അടുത്ത കൃഷി ചെയ്തില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യണത് കൊണ്ട് എനിക്ക് 3 കൃഷി തുടർച്ചയായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇതിന് മറ്റു കേടുകളൊന്നുമില്ലാതെ എനിക്ക് ഏതാണ്ട് ഇത് ഒരു 200 തടം ഇതിനകത്തുനിന്ന് ഓരോ ടൈമിലും ഈ പാവൽ ഏറ്റവും കൂടുതൽ പടവലാണ് കിട്ടണേ. ഒരു 8 ടണ്ണൊക്കെ കിട്ടാറുണ്ട്. 8 വള്ളിപ്പയറും ഒരു 7 ടണ്ണ് ഒക്കെ ഭയങ്കര വിളവാണ്. അത് പാവല് ഒരു 4-5 ടണ്ണ് പാവല്. അപ്പോൾ എനിക്ക് തന്നെ ഒരു വർഷം ഇതിൽ നിന്നൊരു 20 ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ ഇത്രയും തടത്തിൽ നിന്ന്. പിന്നെ ഇത് നമ്മൾ ഈ പന്തല് ഇതൊരു പണ്ടത്തെ നാടൻ ടെക്നോളജിയാണ് ഈ പന്തലിൻ്റെ ഇത് വലിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ കമ്പികൾ ഇതിങ്ങനെ പോയിട്ടുണ്ട്. ഈ കമ്പികളെല്ലാം ഇതുപോലെ മുട്ട് കൊടുത്ത് ബലപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഒരു സമയം ഈ പന്തലിന് എനിക്ക് തോന്നുന്ന വെയിറ്റ് എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് വരും. ഇതിൻ്റെ ഇപ്പോൾ പാവയ്ക്കായ ഇതിൻ്റെ ഇല മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളം എല്ലാം കൂടെ കപ്പാൻ ഇതിനെ താങ്ങി നിർത്തണമെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള മുട്ടുകൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മാറ്റണം. ഇത് നമുക്ക് വേണമെങ്കിൽ പൈസ മുടക്കി GI പൈപ്പ് വഴി ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ കാലാവസ്ഥയുടെ ഇതൊക്കെ നോക്കണല്ലോ, നമ്മൾ റിസ്ക് ആണല്ലോ. ആരോ പറഞ്ഞ പോലെ റിസ്ക് ഇല്ലാത്ത ഇതാണെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് പോയെന്നെ. റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും നമുക്ക് ഇത് ചെയ്യാവുന്ന കൃഷി ചെയ്യാവുന്ന. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള അത് ഉപയോഗിച്ച് ചെയ്യും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കത്തില്ലല്ലോ ഇതിനകത്ത്. അതും ജൈവം ഇത് തന്നെയല്ലേ എല്ലാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. മറ്റേ പലർക്കും പാവല് ഇതിനകത്ത് വിഷത്തിനകത്ത് മുക്കിയാണ് അതൊന്നുമില്ല. ഏറ്റവും വിശ്വസിച്ച് നമുക്ക് കഴിക്കാവുന്ന നമ്മുടെ നാടൻ ഈ പാവല്.
പാവയ്ക്കായ ഏറ്റവും നശിപ്പിച്ച് കളയുന്ന ഒരു സംഭവമാണ് കായീച്ച. കായീച്ച ഒരു സ്വർണ്ണ കളറുള്ള അത് മാത്രമേ ഈ പാവയ്ക്ക കായീച്ച എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിലുള്ള ട്രാപ്പുണ്ട്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫെറമോൺ കെണി, അതായത് ഇതിൻ്റെ പ്രത്യേകത ഇത് ആണീച്ച മാത്രം ആകർഷിക്കുന്ന ഈ സിസ്റ്റം വെച്ചേക്കണേ. ഇത് ആണീച്ചനെ മാത്രം ആകർഷിച്ച് ആണീച്ചയെ നശിപ്പിച്ച് വന്ധ്യംകരിക്കുക എന്നുള്ളതാണ് ശരിക്കും. വന്ധ്യംകരിക്കുകയല്ല, അത് നശിക്കുക, പിന്നെ പ്രത്യുൽപാദനം നടക്കുകയില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ആകുകയില്ല. പലരും അത് കൃഷിവകുപ്പിൽ നിന്ന് ശുപാർശ ചെയ്യണത് ഇതാണ്. പക്ഷേ ഇത് ആണീച്ച മാത്രമേ ആകർഷിക്കുള്ളൂ. അപ്പോൾ അതിന് ചെയ്യണതാണ്. അടുത്ത വേറൊരു ട്രാപ്പുണ്ട്, പെണ്ണീച്ച ആണീച്ച ഒക്കെ. ഇതാണ് അടുത്ത തുളസിക്കണി. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ തുളസിക്കണി. ഈ കായ്ച്ചനെ ആകർഷിക്കുക തുളസിയുടെ നീരിന്, ആ സ്മെല്ലാണ് ഏറ്റവും കായ്ച്ചനെ ആകർഷിക്കണേ. ഈ തുളസി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അല്പം ശർക്കരയും കൂടെ ചേർത്തിട്ട് അതിനകത്ത് ശരിക്കും മണമില്ലാത്ത കീടനാശിനി എന്തെങ്കിലും ചേർത്ത്, മണം ഉണ്ടെങ്കിൽ ഈച്ച വരികയില്ല, മണമില്ലാത്ത കീടനാശിനികൾ ചേർത്ത് ഈ മണം വന്നതിനകത്ത് വന്ന് ഈച്ച മുഴുവൻ ചത്തുപോകും. അപ്പം അതുകൊണ്ട് പാവകളിൽ നേരിട്ട് ഒരു കീടനാശിനിയുടെ ആവശ്യമില്ല. പാവയ്ക്കായാലും ബാധിക്കണേ. പലരുടെയും തെറ്റിദ്ധാരണ ഇതിങ്ങനെ പാവയ്ക്ക ഫ്രഷായിട്ട് കിട്ടണ എന്തൊക്കെയോ കീടനാശിനി. ഏറ്റവും വിശ്വസിച്ച് കഴിക്കാവുന്ന പച്ചക്കറിയാണ് പാവയ്ക്ക. ഒരു നേരിട്ട് അറിയാൻ മേലാത്ത ചിലരൊക്കെ ഇതിന് ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലും മരുന്നടിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തോട്ടത്തിൽ കിടക്കണതിനകത്ത് ഈച്ച കുത്തിപ്പോ ഒറ്റ പാവയ്ക്കായും കാണാനില്ല. ഇത് പല സ്ഥലത്ത് തോട്ടത്തിന്റെ പല ഭാഗത്തായിട്ട് ഇതിങ്ങനെ 2 ടൈപ്പും വേണം. ആണീച്ച ആകർഷിക്കുന്നത് ഫെറമോൺ കെണിയും ഈ പറഞ്ഞ തുളസിക്കണിയും. ഇത് മാത്രം പാവലിനെ ബാധിക്കുന്നുള്ളൂ. ബാധിക്കണേ. പിന്നെ ഇതുപോലെയുള്ള ഇത് ഈ ഇല പഴുക്കുക. അതിന് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പഴുത്ത ഇലകൾ നുള്ളിക്കളയുക, സ്വാഭാവികമായിട്ട് നുള്ളി മാറ്റുക. അതൊക്കെയാണ് പാവലിൻ്റെ പൊതുവെ ഏറ്റവും. പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സമയം? നമ്മൾ മിക്കവാറും വരണ്ടേ ഈ തോട്ടത്തിലേക്ക്? എപ്പോഴും ഏറ്റവും പച്ചക്കറിയുടെ ഏറ്റവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറും. ഇപ്പം ഞാനിത് എടുക്കണ എൻ്റെ ഹെഡ്ലൈറ്റ് അവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഒരു 2:30-3 മണിക്കാണ് ഇത് തുടങ്ങണേ. എടുക്കണം. കാരണം മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കണേ അവർക്ക് എപ്പോഴും ഈ രാവിലെ ഒരു 6 മണിക്കുള്ളിൽ ഈ സാധനം കിട്ടിയാൽ നമുക്ക് അത്രയും വില കിട്ടും. അപ്പോൾ 2 മണിയാകുമ്പോൾ എടുക്കും. വള്ളിപ്പയർ അതിന് മുമ്പ് എടുത്താൽ വള്ളിപ്പയർ പാവലെടുക്കാൻ താമസമില്ല. പക്ഷെ വള്ളിപ്പയർ ചിലപ്പോൾ 1 മണിക്ക് എടുക്കാം, അങ്ങനെ തുടങ്ങും. അത് അന്നേരം എടുത്തെങ്കിൽ അതിന് ഫ്രഷ് ആയിരിക്കും. തലേ ദിവസം എടുത്തു വെച്ചാൽ ഇതിന്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കും. ഇപ്പൊ ഈ പാവല് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? പാവല് ശരിക്കും നമ്മുടെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വിപണി, അതായത് ഇവിടെ പച്ചക്കറി വ്യാപകമല്ലാത്തതുകൊണ്ട് ഈ സംഭരണത്തിനുള്ള സംവിധാനം വളരെ കുറവാണ്. ഈ കൂടുതൽ പച്ചക്കറിയുള്ള ഏരിയയിൽ അതുപോലെ ഇവരുടെ വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ അവരുടെയൊക്കെ ഇത് ഉള്ളത് കൊണ്ട് എളുപ്പമുണ്ട്. പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനിത് ചെയ്യണത്, അതായത് ഒരാൾക്ക് തന്നെ കൊടുക്കാതെ, നമ്മളിപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയും, കാഞ്ചീപുരത്തിന് പട്ടിന് കാഞ്ചീപുരത്ത് മാർക്കറ്റില്ല, ആപ്പിളിന് കാശ്മീരിൽ മാർക്കറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്യണ ഒരാൾക്ക് തന്നെ പലർക്കും ഇങ്ങനെ വിഭജിച്ച് മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട്, അതായത് ഒരു ആഴ്ചയിൽ എത്ര വേണം അല്ലെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് അത് അങ്ങനെ വിഭജിച്ച് കൊടുക്കണോണ്ട് എനിക്ക് മാർക്കറ്റിങ്ങിനോ അല്ല വില കിട്ടാനോ വലിയ ബുദ്ധിമുട്ട് വരാം. കൊടുത്ത് കൂത്താട്ടോളം ഇവിടെ 10 കിലോമീറ്റർ കൂത്താട്ടോളം കൊടുത്തു വിടും. ഇതിപ്പോ എപ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്? ആഴ്ചയിൽ 2 തവണയാണോ അതോ ഒന്നുകൂടെ? ഇത് നല്ല ശരിക്കും ഞാനിത് അതുപോലെ പരിപാലിച്ച ആയതുകൊണ്ട് 1-2 ദിവസം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഇത് ഒരു 2-3 ദിവസത്തിലൊന്ന് എടുത്താൽ മതി. പക്ഷെ ഇത് ഞാൻ അതുപോലെ നോക്കണത് കൊണ്ട് ഈ ജൈവ വളങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ ശരിക്കും പരിപാലിക്കുന്നതുകൊണ്ട് 1-2 ദിവസം ഇത് എടുക്കണം. അപ്പോൾ ഇത് ആരാ നമ്മുടെ സഹായത്തിന്? നമ്മുടെ കുടുംബത്തിന് ആരൊക്കെയുള്ള മക്കളൊക്കെ എവിടെ? മക്കളെ എനിക്ക് 2 ആൺമക്കളാണ്. അവര് 2 പേരും, എൻ്റെ മൂത്തയാള് UK-ലാണ്. മറ്റേ രണ്ടാമത്തെ ആള് MBBS കഴിഞ്ഞ് MD-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ആണല്ലേ? 2 മക്കളാണ്. അപ്പോൾ ഇപ്പൊ ആരാ? കുടുംബം വൈഫ് മാത്രമേ ഉള്ളൂ? വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫൊക്കെ വരുമോ? വൈഫ് വരുമെന്നല്ല, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാനായിട്ട്.
ഉണ്ടല്ലേ. വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ അടുത്ത് തന്നെ ആണല്ലേ. ഇപ്പൊ ഇത് കൂടാതെ നമുക്ക് വേറെയും പല കൃഷികളും ഉണ്ട്. എനിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് പാവലിന്റെ പ്രധാനമായിട്ട് ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല ഇപ്പൊ നിലവിൽ പാവല ഇതിപ്പോ നമ്മളിപ്പോ തീരാ ഇപ്പൊ ഓണത്തോടനുബന്ധിച്ചുള്ളതായി ഇത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വള്ളിപ്പയർ ചെയ്യും. പിന്നെ വള്ളിപ്പയർ കഴിഞ്ഞിട്ടാണ് പിന്നെ പടവലം. ഇത് മൂന്നും ഇങ്ങനെ മാറി. അതായത് ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലേ? ഓരോന്ന് സമയമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇതിന് സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചെയ്യേണ്ട സമയം ഏറ്റവും വളരെ മെയിൻ ആയിട്ടുള്ള. എപ്പോഴെങ്കിലും കൊണ്ട് ഇപ്പോൾ ഇടരുത്, പാവലിടുന്ന സമയത്ത് വള്ളിപ്പയറിടരുത്, വള്ളിപ്പയറിടുന്ന സമയത്ത് പാവലിട്ടരുത്. അത് ശരിക്കും ഈ കർഷകരുടെ ഒരു അറിവാണ്. അത് അവരുടെ അനുഭവം കൊണ്ടുള്ള അറിവാണ്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത് ഇപ്പൊ പാവലാണ്. ഈ പാവല് തീരണ മുറയ്ക്ക് ഈ പന്തലിൽ തന്നെ വള്ളിപ്പയറിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പടവലം. അപ്പോൾ ഈ 3-4 മാസത്തെ 3-12 എന്നുള്ള കറക്റ്റ് അതൊരു ടൈം കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ നമ്മളിപ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എടുത്ത് നമ്മള് ഇവിടുന്ന് ഓട്ടോയിലോ വണ്ടിയിലോ ഇവിടുന്ന് പിന്നെ ചെറിയ കച്ചവടക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ കച്ചവടക്കാർ. എന്നാലും ഇപ്പൊ നമുക്ക് പക്ഷേ എപ്പോഴും ഈ സാധാരണ എല്ലാവരും വളരെ റിസ്ക്കാണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പലരും കൃഷിയിലേക്ക് ഒക്കെ പിന്തിരിയുന്നൊരു സംഭവം. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥയും പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥകളൊക്കെ എങ്ങനെ? ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ പൊതുവെ നമ്മുടെ ഈ കോട്ടയം ജില്ലയുടെ ഈ പ്രദേശത്ത് പൊതുവെ നമുക്കറിയാം വലിയ കാലാവസ്ഥ ഇവിടെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ കാറ്റ്, അല്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമല്ല. മാത്രമല്ല ഇവിടെ ഈ പച്ചക്കറിയെ മറ്റ് കൃഷികളെല്ലാം വളരെ അനുയോജ്യമായ മണ്ണാണ്. ഇവിടെ അത് ചില ഏരിയകളുണ്ട്. നമ്മൾ ഈ മണ്ണൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. മണ്ണ് നോക്കാറുണ്ട്. മെയിനായിട്ട് മണ്ണ് നോക്കുക എന്നുള്ള നമ്മുടെ തന്നെ അനുഭവത്തിലുണ്ട്. ഇതിനകത്ത് ഈ ജൈവാംശം നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിലും പിന്നെ ഞാൻ കർശന ഒരു നിരീക്ഷണത്തിൽ കൂടെയാണ്. എവിടെയെങ്കിലും ഈ ചെടികൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ. അപ്പോൾ ഇപ്പോൾ പറയും, കൃഷി വകുപ്പൊക്കെ പറയും ഇപ്പോൾ സ്മാർട്ട് ഫാമിങ്, അതിനകത്ത് ഓരോ ചെടികളുടെയും വിവരങ്ങൾ കമ്പ്യൂട്ടർ. പക്ഷെ എനിക്ക് അതല്ലാതെ എനിക്കറിയാം ഈ തോട്ടത്തിൽ ഇന്ന ഭാഗത്ത് നിൽക്കുന്ന ഇന്ന ചെടിക്ക് ഇന്ന കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇലയ്ക്ക് വ്യത്യാസം കണ്ടാൽ ഞാനത് പോയി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് ഇവിടെ ഇത് കീടനാശിനി അല്ലേ അത് അറിയാവുന്ന കടയിൽ ചോദിച്ചിട്ട് അവരുടെയും കൂടെ ഉപദേശം മേടി. പിന്നെ ഇപ്പൊ ഈ വിക്കിപീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി അറിയാം. വിക്കിപീഡിയയിൽ പല ഇതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള അറിവ് വെച്ച് നിരീക്ഷണം ആയതുകൊണ്ട് കൃഷി ഒരിക്കലും പക്ഷെ ഒരു ശരിക്കും യഥാർത്ഥ കർഷകനായി നമ്മൾ ഇതിനകത്ത് നിന്നാ മാത്രമേ ഏറ്റവും ഞാൻ നേരത്തെ ജനപ്രതിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അധികം സമയം കിട്ടിയായിരുന്നില്ല. സമയം കിട്ടാത്തത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നല്ലൊരു കൃഷിക്കാരന് ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് യോജിച്ച് പോകാൻ പാടാ. കാരണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീണ്ടും കൃഷിയിലേക്ക് അത് ഒരു ടൈം മാത്രമായിരുന്നു ഏറ്റവും. അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല പല സാമൂഹ്യ പല ഇതിന്റെ എല്ലാം അംഗമാണ്. ബാങ്കിന്റെ ആയിരുന്നു പറഞ്ഞു. ഞാൻ ഉഴവൂർ സർവീസ് ആണ് ബാങ്കിന്റെ. പിന്നെ ഞാനിവിടെ പള്ളിയുടെ ട്രസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ പല ഒത്തിരി ഇതിനകത്തുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത് ഈ കൃഷിയിൽ തന്നെയാണ്. അതിപ്പോ നമ്മളിപ്പോ ഒരു കൃഷി നമ്മൾ ചെയ്തു, പാവല് അത് കാണുമ്പോഴുള്ള നമ്മുടെ കാണുമ്പോൾ മാത്രമല്ല, ഇത് എനിക്ക് എൻ്റെ 2 മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഇതിനെല്ലാം കൃഷി ഒരു ഘടകമാണ്, പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ നമുക്ക് സ്ഥലം ഒക്കെ ഇപ്പൊ കാരണന്മാരായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉപയോഗിച്ച് എനിക്ക് ഇത് പറയാനുള്ള എത്രയോ ആൾക്കാർക്ക് സ്ഥലങ്ങൾ ചുമ്മാ വെറുതെ കിടന്ന് നശിച്ച് കാട് പിടിച്ച്. ഞാൻ ചിലപ്പോൾ ഇത് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ സർക്കാർ തൊഴിലുറപ്പ് ഒരാൾക്ക് 100 തൊഴിൽ ദിനങ്ങളാണ് കൊടുക്കണേ. എനിക്ക് തോന്നണേ ഇപ്പൊ 500 രൂപയാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വന്നാൽ എനിക്ക് ഈ കൃഷി കൊണ്ട് ഒരു 400 തൊഴിൽ ദിനം എങ്കിലും സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ 400 എങ്കിലും. അത് ആരും അറിയാതെ പോണ ഒരു കാര്യമാണ്. 400 തൊഴിൽ ദിനം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ നമ്മള് കൃഷി ഓഫീസർ ഇവിടെ കൃഷി ഇപ്പൊ നമുക്ക് സ്ഥിരം കൃഷി ഓഫീസർ ഇല്ല, ഒരാൾക്ക് ചാർജാ. ഇപ്പൊ എന്തെങ്കിലും ഇവിടെ കൃഷി അസിസ്റ്റന്റ് ഒരു അനൂപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി കൃഷി ഓഫീസർ ഇല്ലെങ്കിൽ പോലും അതിന്റെ പുള്ളി തന്നെ ഇതെല്ലാം എന്നോട് വളരെ ഇതായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള സഹകരണ സംഭവം ഉണ്ടല്ലോ അല്ലേ.
ഇപ്പം നമ്മൾ പോണ വഴിക്ക് ഹൈവേയിലല്ലേ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പലതും കാണുന്നുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഇങ്ങനെ അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് അറിയേണ്ടത്. അത് പലരും അറിയണില്ല ഇപ്പോഴത്തെ, എനിക്ക് തന്നെ ഭരിക്കുന്നവരോ ഒന്നും അറിയണില്ല. ഇപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യണമുണ്ടെന്നും അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഒക്കെ ഇതൊന്നും അറിയണമെന്ന് നല്ല കാര്യമാണ്. നമ്മൾ ഈ മൊത്തത്തിൽ പോകുമ്പോൾ ഈ ഹൈവേ വഴി മാത്രമുള്ള ആ ശ്രദ്ധ, അത് ഇത് ഏറ്റവും മണ്ണിന് ഇത് ചിലരെന്നാ ജീവാമൃതം എന്നൊക്കെ പറയും. നമ്മൾ മനുഷ്യന് പോഷണം വേണ്ട പോലെ അതുപോലെ തന്നെ ചെടികൾക്കും നമ്മൾ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനിയുള്ള കാലം കൃഷി നഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു 90 ദിവസം കഴിഞ്ഞ് 90-110 ഏറ്റവും കൂടുതൽ. ഇത് 90 ദിവസം ആവണേ ഉള്ളൂ. ഓണത്തിനോടനുബന്ധിച്ച് 90 ദിവസം അങ്ങനെ ഇത് ഇടണത്. ഓണത്തിനൊക്കെ ഓണത്തിന് ഈ പ്രാവശ്യം ഈ അടുത്ത എരഞ്ഞി ഒരു മാർക്കറ്റിൽ കുറച്ച് ഭാഗം ഏറ്റവും ആദ്യം ഞാൻ ഈ പറഞ്ഞ 55 ആ ദിവസങ്ങളിൽ എടുത്ത ഭാഗം ഞാൻ ലേലത്തിന് വെച്ചില്ല, 150 രൂപയ്ക്ക് ലേലത്തിന് പോയി. ഇഞ്ചി എങ്ങനെയാ? ഇഞ്ചി 2 രീതിയിലാണ് ഉദ്ദേശിക്കണത്. ഇത് നമ്മൾ പച്ച ഇഞ്ചി കറി ഇഞ്ചി ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഒരു നവംബർ മാസത്തിൽ പറിക്കാം. ഇതിപ്പോ എപ്പോഴാണ് നമ്മളിത് ചെയ്തത്? ജൂൺ മാസത്തില്, ജൂൺ ആദ്യം, മെയ് അവസാനം മഴയുടെ ലഭ്യത പോലെ ഇഞ്ചി കൃഷി ചെയ്യണത്. ജൂൺ ആദ്യം മുതൽ നമ്മൾ ചെയ്യാം. ഈ വർഷം എനിക്ക് ഇതിന്റെ പറമ്പ് ശരിയാക്കി വരാനൊരു സമയം എടുത്തുകൊണ്ട് ജൂൺ ആദ്യം. ഇപ്പൊ നമ്മൾ മേളിലാണ് നമ്മൾ പാവലും ഇതൊക്കെ കണ്ടത്, ഇത് താഴെയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചി എനിക്ക് അടുത്ത വർഷം ഇതിന്റെ മുകളിലേക്ക് കുറെ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുകളിൽ നട്ടിട്ട് താഴെ ഇഞ്ചി നട്ടാൽ ഇഞ്ചിയുടെ പല കുമിളുകൾ താഴത്തേക്ക് ആ വെള്ളം വഴി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴത്തെ, പിന്നെ നമുക്ക് പിന്നീട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ പിന്നെ മുകളിൽ ചെയ്യണം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇഞ്ചിക്ക് മാത്രമല്ല. ഇഞ്ചി ഒരു സ്ഥലത്ത് ചെയ്തിട്ട് 10 വർഷത്തെ ഇടവേളയ്ക്കല്ലാതെ അവിടെ ഇഞ്ചി ചെയ്യാൻ പറ്റിയല്ല. ഇത് നട്ട സ്ഥലത്ത് 10 വർഷം കഴിയാതെ അവിടെ ഇഞ്ചി നട്ട വിജയിക്കുകയല്ലോ. ഇവിടെ ആദ്യമായിട്ടാണോ ഇഞ്ചി? ഇവിടെ ആദ്യമായിട്ട്. ഇനി ഇത് ഇവിടെ ഈ സ്ഥലത്ത് ഇഞ്ചി നടണമെങ്കിൽ ഒരു 10 വർഷം കഴിയണം. ഇതിന് മുന്നേ ഇഞ്ചി നട്ടിട്ടുണ്ടോ? ഇഞ്ചി ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ വേറെ ഇഞ്ചി ഇങ്ങനത്തെ ഈ കുഴപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ പാട്ടത്തിന് സ്ഥലം എടുത്ത് എനിക്ക് വിപുലമായ ഇഞ്ചി കൃഷി ഉണ്ടാവും. ഒരു വർഷം എനിക്ക് ഏതാണ്ട് 40 ടൺ ഇഞ്ചി വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ഈ ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഇത്രയും സ്ഥലത്ത് ഇതിനകത്ത് ഒരു ശരിക്കും നല്ല രീതിയിൽ വിളവ് കിട്ടിയാൽ ഒരു എത്രയാവും, ഒരു 8 ടണ്ണിൻ്റെ ഒക്കെ കിട്ടാനുള്ള ഇതുണ്ട് ഇഞ്ചിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം ഇഞ്ചി കൃഷി ഇവിടെ ഉണ്ട്, പാവലുണ്ട്. പിന്നെ പിന്നെ അത് മാറി മാറി വരുമല്ലോ. അവിടെ വള്ളിപ്പയർ വരും, വള്ളിപ്പയർ പടവലം അതൊക്കെ ആ പന്തലിൽ തന്നെ വരും. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഇപ്പം അത് ആദ്യമായിട്ടാണോ വെള്ളരി പരീക്ഷണമായിട്ട് നടത്തിയത്? ഇനി അവിടെ കുറ്റിപ്പയർ. ഇനി ഞാനിങ്ങനെ ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഓരോന്ന് പരീക്ഷിച്ച് കൃഷി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുതിയ വെള്ളത്തിൻ്റെ ഇത് കൂടാതെ നമുക്ക് വേറെ എന്താ പൈനാപ്പിള് ഇപ്പൊ നേരത്തെ വിപുലമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ചെറിയ രീതിയിലാണ് പൈനാപ്പിള്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമുക്ക് ദൃശ്യ ഇഞ്ചും അതുപോലെ എൻ്റെ സമയം മുഴുവൻ ഞാൻ ഇതിന് ഒട്ടും സമയം ദൃശ്യ ടി വിക്ക് വേണ്ടി ഇത്ര നേരം ഈ കൃഷി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.